ഹായ് കുട്ടികളെ, നമസ്കാരം. നമ്മുടെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിന്റെ ഒരു ചുരുക്കവും അതിനോടനുബന്ധിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ഒരു പാഠഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന് ആദ്യമേ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എഴുത്തച്ഛനെ കുറിച്ച് ടെക്സ്റ്റിന്റെ പാഠഭാഗത്തിന്റെ പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന വിവരണങ്ങളും പരിശോധിച്ച് വെക്കുക. ലക്ഷ്മണ സാന്ത്വനം. നമുക്ക് പാഠഭാഗത്തിന്റെ ചുരുക്കത്തിലേക്ക് പ്രവേശിക്കാം. പാഠസംഗ്രഹം. അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നമാണ് കാവ്യ സന്ദർഭം. സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണ് ശ്രീരാമനും ലക്ഷ്മണനും. രാമാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ലക്ഷ്മണൻ കുപിതനാകുന്നു. കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. മൃദുവായ ഭാഷയിൽ ലക്ഷ്മണനെ സ്നേഹപൂർവ്വം സംബോധന ചെയ്യുന്നു. കോപാക്രാന്തനായ ലക്ഷ്മണന് വാത്സല്യപൂർവ്വം ശ്രീരാമൻ നൽകുന്ന ഉപദേശങ്ങളാണ് പാഠഭാഗത്തുള്ളത്. ലക്ഷ്മണന്റെ കഴിവുകളെ രാമൻ അംഗീകരിക്കുന്നു. ലോകവും രാജ്യവും ശരീരവും ധാന്യധനാദികളുമെല്ലാം ചൂണ്ടിക്കാട്ടി ജീവിതത്തിന്റെ നശ്വരത കുടുംബത്തിലെ ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു. ലോകജീവിതം സ്വപ്നതുല്യമാണ്, കുടുംബത്തിലെ കൂടിച്ചേരൽ അല്പകാലത്തേക്ക് മാത്രമാണ്. ക്രോധം സകല ദോഷങ്ങൾക്കും കാരണമാകുന്നു എന്നും പറയുന്നു. സ്ഥാനമാനങ്ങൾ, ദേഹം എന്നിവ നിമിത്തം മനുഷ്യർക്ക് അഹങ്കാരമുണ്ടാകുന്നു എന്നും സൂചിപ്പിക്കുന്നു. തത്വചിന്ത പ്രധാനമാണ് ഈ പാഠഭാഗത്തിലെ വരികൾ. കാകളി വൃത്തത്തിലാണ് പാഠഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഈ ഉപദേശം എക്കാലത്തും പ്രസക്തമാണോ? സ്വന്തം അഭിപ്രായം വിശദീകരിക്കുക. ഒരു 3 മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ട രൂപത്തിലാണ് ഈ ഉത്തരം തന്നിരിക്കുന്നത്. ഈ ഉപദേശം എക്കാലത്തും പ്രസക്തമാണ്. കാരണം ലോകത്തിലെ സുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ ക്ഷണികമാണ്. മനുഷ്യായുസ്സും വേഗത്തിൽ നഷ്ടപ്പെടുന്നതാണ്. സമ്പത്തിലും സുഖ സൗകര്യങ്ങളിലും മതിമറന്ന് നടക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് എന്ന് ഈ വരികളിലൂടെ എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഈ വരിയിലെ കാലാഹി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യമെന്ത്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പാമ്പ് എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. എഴുത്തച്ഛൻ വളരെ ഔചിത്യപൂർവ്വം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണിത്. സന്ദർഭത്തിന് വളരെയധികം അനുയോജ്യവുമാണ്. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ഇരയെ ലഭിക്കുവാൻ കുതിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടവരാണ് മനുഷ്യരും. ഓരോ നിമിഷവും മരണത്തിലേക്കാണ് മനുഷ്യർ നീങ്ങുന്നത്. എന്നിരുന്നാലും പ്രസ്തുത സത്യം മനസ്സിലാക്കാതെ അവർ സുഖഭോഗങ്ങൾക്കായി അതിയായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പാമ്പ് മരണത്തിന്റെ പ്രതീകമാണ്. അത് ഇഴയും പോലെ കാലവും ഇഴഞ്ഞു നീങ്ങുന്നു. ജീവിതവും മരണത്തിന്റെ വായിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരവും ഔചിത്യ ദീക്ഷ ഉള്ളതുമായ ഒരു പ്രയോഗമാണിത്. ജീവിതാസക്തിയുമായി പരക്കം പായുന്ന മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം. അടുത്ത ചോദ്യം. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഈ പ്രയോഗത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. പണ്ടുകാലത്ത് ആളുകൾ നടന്നാണ് ദൂരസ്ഥലങ്ങളിൽ പോയിരുന്നത്. രാത്രിയാകുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഇടമായിരുന്നു സത്രം അല്ലെങ്കിൽ പെരുവഴിയമ്പലം. രാത്രി പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ സത്രത്തിൽ ഒന്നിച്ചുകൂടി കഥകൾ പറഞ്ഞിരിക്കുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഓരോരുത്തർ അവരവരുടെ വഴിയിൽ പോകും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പലയിടങ്ങളിൽ ജനിച്ചു വളർന്ന മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുകയും സുഹൃത്തുക്കളും ബന്ധുക്കളുമാവുകയും ചെയ്യുന്നു. എന്നാൽ മരണം വന്ന് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഈ ലോകത്തു നിന്നും തനിയെ പോകുന്നു. അതുപോലെ തന്നെ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ പല വഴി തിരിഞ്ഞു പോകുന്നു. ഇതും നമ്മുടെ ജീവിതവുമായി ഉപമിക്കുകയാണ് മഹാകവി ഈ വരികളിലൂടെ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണ അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഈ വരികളുടെ ആശയം വിശദമാക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മനുഷ്യർക്ക് ഐശ്വര്യം സ്ഥിരമല്ല.
ഇന്ന് നല്ല നിലയിൽ കഴിയുന്ന ഒരാൾക്ക് നാളെ ഉള്ളതെല്ലാം നഷ്ടപ്പെടാം. ചെറുപ്പത്തിലെ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ചിലർ അഹങ്കരിക്കാറുണ്ട്. എന്നാൽ ഈ സൗന്ദര്യവും ആരോഗ്യവുമൊക്കെയുള്ള യൗവനം പെട്ടെന്ന് തന്നെ നഷ്ടമായി മനുഷ്യൻ പ്രായമാവുകയും മരിക്കുകയും ചെയ്യുന്നു. ഭാര്യയുമൊത്തുള്ള സുഖജീവിതം എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നം പോലെയാണ്. അതിനൊക്കെ അല്പമായുസ് മാത്രമേ ഉള്ളൂ. പല വിധത്തിലുള്ള മോഹങ്ങളും രാഗങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ നിറഞ്ഞ ഈ ലോകത്തെ ജീവിതം മൊത്തത്തിൽ നോക്കിയാൽ ഒരു വെറും സ്വപ്നം പോലെയാണെന്ന് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഈ വരികളിലെ സാദൃശ്യ കൽപ്പനകളുടെ സവിശേഷത വിവരിക്കുക. എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആലങ്കാരിക പ്രയോഗമാണിത്. ഈ സാദൃശ്യ കൽപ്പന മനുഷ്യ ജീവിതത്തിലെ പരസ്പരാശ്രയത്വത്തെ പെരുവഴി അമ്പലത്തിലെ ഒത്തുകൂടലിനോടും നദിയിലൂടെ ഒലിച്ചു പോകുന്ന വിറക് കഷ്ണങ്ങളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഉത്തരത്തിനകത്ത് സൂചിപ്പിക്കാം. അടുത്ത ചോദ്യം: വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. കോപാന്തനായ ലക്ഷ്മണനെ സമചിത്തനാക്കുന്നതിന് അങ്ങേയറ്റം മനഃശാസ്ത്രപരമായ സമീപനമാണ് ശ്രീരാമൻ സ്വീകരിക്കുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തന്നിരിക്കുന്ന ഭാഗം വിശകലനം ചെയ്ത് സ്വന്തം അഭിപ്രായം സമർത്ഥിക്കുക. ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ ശ്രീരാമൻ വളരെ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. കോപാക്രാന്തനായി ത്രിലോകങ്ങൾ തന്നെ ചുട്ടുചാമ്പലാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് അദ്ദേഹം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വളരെ അനുനയത്തോടെയാണ് ശ്രീരാമന്റെ സമീപനം. സഹോദര എന്നും സുമിത്ര, കുമാര എന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധന. 14 വർഷം കാട്ടിലേക്ക് പോകാൻ മടിയില്ലാത്തവനും രാജാധികാരത്തേക്കാൾ രക്തബന്ധത്തിന് മുൻതൂക്കം കൊടുക്കുന്നവനുമായ തൻ്റെ അനുജനോടാണ് സംസാരിക്കുന്നത് എന്ന തോന്നൽ ശ്രീരാമൻ ആദ്യമേ ഉണ്ടാക്കുന്നു. പക്വമതിയായ സുമിത്രയുടെ മകനാണെന്നും പ്രായം കൊണ്ട് കുമാരനാണെന്നും സൂചിപ്പിച്ച് ലക്ഷ്മണന്റെ എടുത്തുചാട്ടത്തിന് തടയിടുവാൻ ശ്രീരാമൻ ശ്രമിക്കുന്നു. ലക്ഷ്മണന് തന്നോടാണ് മറ്റുള്ളവരെക്കാൾ സ്നേഹമെന്നുള്ളത് താൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടുവാനുള്ള മാനസിക അടിത്തറ രൂപപ്പെടുത്താനാണ് ശ്രീരാമൻ ശ്രമിക്കുന്നത്. സ്നേഹ നിർഭരമായ ഇത്തരം വാക്കുകൾ ആരുടെ മനസ്സിനെയാണ് വശീകരിക്കാതിരിക്കുക? അടുത്ത ചോദ്യം നോക്കാം. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമതെന്നേ പറയാവൂ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ്. കൂടെ മറ്റൊരു വരി തന്നിട്ടുണ്ട്. വഹിനി സന്തപ്ത ലോഹസ്താംബ് ബിന്ദുന സന്നിഭം മർത്യജന്മം ജന്മം ക്ഷണഭങ്കുരം. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്ത നമ്മുടെ പാഠഭാഗത്തിലെ ലക്ഷ്മണ സാന്ത്വനത്തിൽ നിന്നുള്ള വരികളാണത്. ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കാനിരിക്കുന്ന മരണത്തെ എടുത്തുകാട്ടുന്ന ജീവിതത്തിന്റെ ക്ഷണഭങ്കുരതയെ സമർത്ഥിക്കുകയാണ് എഴുത്തച്ഛനും പൂന്താനവും ചെയ്യുന്നത്. ജീവിതത്തെ നീർപ്പോള പോലെ പൂന്താനം കാണുന്നു. വെള്ളത്തിലെ കുമിള പോലെ ക്ഷണഭങ്കുരമായ മനുഷ്യ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം മാത്രമാണ് ജീവലക്ഷണമായിട്ടുള്ളത്. ഒട്ടും ഓർത്തിരിക്കാത്ത നേരത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കെ ജീവൻ പെട്ടെന്ന് നിന്നുപോയേക്കാമെന്നും പൂന്താനം പറയുന്നു. ഇതേ ജീവിത നിരീക്ഷണം തന്നെയാണ് എഴുത്തച്ഛനുമുള്ളത്. ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീഴുന്ന ജലബിന്ദു പോലെ ക്ഷണനേരം കൊണ്ട് എരിഞ്ഞു തീരുന്നതാണ് മനുഷ്യജന്മമെന്ന് എഴുത്തച്ഛനും പറയുന്നു. മരണം ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെയുണ്ടെന്നും ഏതു നേരവും അതിന് നാം കീഴ്പ്പെട്ടു പോകാമെന്നും അതിനാൽ മനുഷ്യജന്മം ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുമാണ് രണ്ടുപേരും ആസ്വാദകരോട് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ഈ വരികളുടെ കാലിക പ്രസക്തി ചർച്ച ചെയ്ത് മുഖപ്രസംഗം തയ്യാറാക്കുക. 4 മാർക്കിനുള്ള ഒരു മുഖപ്രസംഗമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഉത്തരം എഴുതാം. 5 മാർക്കിനാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള 1-2 പോയിന്റുകൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണം. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ക്രോധദീപ്തനായ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഭാഗത്തുള്ളത്.
മുക്തിക്ക് വിഘ്നം വരുത്തുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ക്രോധമാണ്. ക്രോധം മൂലം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും കൊല ചെയ്തു എന്ന് വരാം. ക്രോധം മൂലം മനുഷ്യന് മനസ്താപം ഉണ്ടാകാം. ലൗകിക ബന്ധത്തിന് ഇത് കാരണമാകാം. ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത് ക്രോധമാണ്. ശ്രീരാമന്റെ വാക്കുകളിലൂടെ എഴുത്തച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഇത്രയും വിനാശമുണ്ടാക്കുന്ന കോപം നാം ഉപേക്ഷിക്കുക തന്നെ വേണം. ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കും യുദ്ധ ഭീഷണികൾക്കും കാരണം ക്രോധം തന്നെയാണ് എന്ന് എഴുത്തച്ഛൻ സമർത്ഥിക്കുന്നു ഈ വരികളിലൂടെ. എഴുത്തച്ഛന്റെ കാവ്യഭാഗത്തിന് ലക്ഷ്മണ സാന്ത്വനം എന്ന ശീർഷകം എത്രമാത്രം യോജിക്കുന്നു. എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനത്തിൽ രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിനെ തുടർന്ന് കുപിതനായി വരുന്ന അനുജൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന വരികളാണ് കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജ്യേഷ്ഠൻ സഹോദരന് നൽകുന്ന ഉപദേശമാണിത്. അതിനാൽ എഴുത്തച്ഛന്റെ കാവ്യഭാഗത്തിന് ലക്ഷ്മണ സാന്ത്വനം എന്ന ശീർഷകം വളരെയധികം യോജിക്കുന്നു. കുട്ടികളെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.